കേരളത്തിലെ ഏറ്റവും വലിയ ഡയാലിസിസ് സെന്ററുകളിലൊന്നായ കൊണ്ടോട്ടിയിലെ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ഓട്ടിസം ബാധിച്ച കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുമായി പ്രവർത്തനം വ്യാപിപ്പിക്കും. 1,70,000 പേർക്ക് ഡയാലിസിസ് പൂർണ്ണമായും സജ്ജമാക്കുന്നതോടെ ഇതിനോടകം ചെയ്തുകൊടുത്തതായും സജ്ജമാക്കിയതായും ഭാരവാഹികൾ വ്യക്തമാക്കി. കൊണ്ടോട്ടി ഡയാലിസിസ് സെന്ററിന് കീഴിൽ ഓട്ടിസം ബാധിച്ച കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതി ഉടൻ പ്രാവർത്തികമാകുമെന്നും കൂടാതെ 40 ബെഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ഒരുങ്ങുന്നതായും കൊണ്ടോട്ടി ഡയാലിസിസ് സെന്റർ ചെയർമാൻ PA ജബ്ബാർ ഹാജിയും ഡയറക്ടർ ബാബു നെഹദിയും ജിദ്ദയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തന്നെ ഏറ്റവും വേറിട്ടൊരു പ്രൊജക്റ്റായി അവതരിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 34 കോടി രൂപയാണ് അതിന്റെ ചെലവ് വരുന്നത്. സെന്ററിൽ ഇപ്പോൾ 43 മെഷീനുകളിലായി 258 പേർക്കാണ് ദിവസവും ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നത്. 1,70,000 പേർക്ക് ഡയാലിസിസ് പൂർണ്ണമായും സൗജന്യത്തോടെ ചെയ്തു കൊടുത്തു. ഡയാലിസിനു വേണ്ടി 460ഓളം അപേക്ഷകൾ കാത്തു നിൽക്കുന്നതായും സെന്ററിൽ കിഡ്നി രോഗം നേരത്തെ കണ്ടെത്തുന്നതിന് സ്ഥാപിച്ച മൊബൈൽ ലാബോറട്ടറി വളരെ വിജയകരമായി നടന്നുവരുന്നതായും സെന്ററിന്റെ പുതിയ പ്രൊജക്ടായ സ്റ്റെപ്സ് പ്രവർത്തനത്തിന് തുടക്കമിട്ടതായും ഓട്ടിസം ബാധിച്ച കുട്ടികളെ സംരക്ഷിക്കൽ, വീട്ടിൽ കിടപ്പിലായവരെ പരിചരിക്കൽ, ആരോരുമില്ലാത്ത അഗതികളെ ഏറ്റെടുക്കൽ തുടങ്ങിയ ബഹുമുഖ പദ്ധതികളാണ് ലക്ഷ്യം വെക്കുന്നതെന്നും പ്രവാസികൾ അടക്കമുള്ള സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ് ഇതൊക്കെ നടന്നു പോകുന്നതെന്നും അവർ വ്യക്തമാക്കി. ഇടുക്കിൽപ്പെട്ടവരെ ഞങ്ങളുടെ വാഹനം പോയി കൊണ്ടുവന്ന് രാവിലെ മുതൽ രാത്രി വരെ അവർക്കുള്ള എല്ലാ പരിചരണവും സ്റ്റെപ്സിലുണ്ടാവും. നൌഷാദ് വായൂർ, ലത്തീഫ് ചീക്കോട് എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. സുൽഫിഖറോദായി, അമൃത ന്യൂസ്, ജിദ്ദ. Make a statement jewelry by Claris, designer jewelry. FSC Logistics and Warehousing Solutions, Jeddah, Riyadh, Dammam. Naka for healthy water, Al Safa district, Jeddah, Saudi Arabia.